ഹലോ എല്ലാവരും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ വാട്ടർ ടാങ്ക് വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വീഡിയോ എങ്ങനെ നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ നമ്മുടെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടി എടുക്കുക, എന്നിട്ട് ഇതുപോലെ ചെയ്യുക. ഇത് നമ്മുടെ വീട്ടിലെ ചോർപ്പ അല്ലെങ്കിൽ വെച്ചൂറ്റി എന്ന് പറയും. ഇത് ഒരെണ്ണം എടുക്കുക. അതിനുശേഷം ഒരു ടേപ്പ് എടുക്കുക. പിന്നെ അത്യാവശ്യം ഒരു ചെറിയൊരു പൈപ്പ് എടുക്കുക. അത് നിങ്ങളുടെ നീളം നിങ്ങളുടെ ടാങ്കിൻ്റെ ലെങ്ത് അനുസരിച്ചാണ്. ഞാൻ ഈ ഒരു പൈപ്പ് എടുത്ത് ഇത് മോപ്പിൻ്റെ പൈപ്പാണ്. അപ്പുറം ഇപ്പുറം ഓപ്പൺ ആയിരിക്കണം. അതിനുശേഷം കുറച്ച് ലെങ്തുള്ള ഒരു ഹോസ്. ഓക്കെ, അപ്പം ഇത് വെച്ച് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഈ ഒരു പൈപ്പിനകത്ത് ഈ ചോർപ്പ് വെച്ചിട്ട് ഇതുപോലെ ചെയ്യുക. ചോർപ്പ് വെച്ചു. അതിനുശേഷം ഈ ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് നല്ലപോലെ കവർ ചെയ്യുക. ാണ് ടാങ്കിനകത്ത് ഇറക്കി വെക്കുന്നത്. അതുകൊണ്ട് ഒരു തുള്ളി പോലും വെള്ളം ലീക്കായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് സ്ട്രോങ് ആയിട്ടുണ്ട്. കത്തിന്തി ഇതൊരു പരീക്ഷണമാണ്. ഈ പൈപ്പിന് നീളം ഉള്ളത് കൊണ്ട് ഇത് വർക്കൗട്ട് ആവുമല്ലോ എന്നറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അത് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലെ ചെയ്യുക. ഈ ഹോസ് ഇതിനകത്ത് കണക്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം ലൂസായിട്ടുള്ള ഹോസ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പം ഇത് വെച്ചാണ് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്നത്. അങ്ങനെ ടാങ്ക് ഇരിക്കുന്നിടത്ത് പോകാൻ ടെറസിൽ നിന്ന് ഏണി വെച്ച് മുകളിൽ കയറിയാൽ മാത്രമേ ടാങ്ക് ഇരിക്കുന്ന ഭാഗത്തോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അങ്ങനെ മുകളിൽ കയറി ഇത് നമ്മുടെ ടാങ്ക്. ഓക്കെ, അപ്പം ഇത് ക്ലീൻ ചെയ്യാൻ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് ടാങ്ക്. എത്ര അഴുക്കുണ്ടോ ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഈ പൈപ്പിൻ്റെ കളർ നോക്കിയിട്ട് മോശമായ പൈപ്പ് എന്ന് പറയണ്ട. ഇത് ഉപയോഗിച്ച് കുറേ നാൾ പഴകിയ ട്യൂബായിട്ടാണ് ഇങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ടാങ്കിൽ കിടക്കുന്ന അഴുക്ക്. ഇതാണ് അവസ്ഥ. ആലോചിച്ച് നോക്ക്. ഇത്രയും വെള്ളമുണ്ട്. പക്ഷേ ഇത് കളയാതെ എങ്ങനെ പിടിക്കാമെന്നതിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ടൂള്. ഇത്രയും പൊക്കമായതുകൊണ്ട് ക്യാമറ പിടിക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിലോട്ട് ഇറക്കി വെച്ചു. അതിനുശേഷം അഴുക്കുള്ള ഭാഗത്ത് നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു സൈഡിൽ ട്യൂബാണ്. ഈ ട്യൂബിൻ്റെ അവിടെ നമുക്ക് ഇത് ട്യൂബിൻ്റെ ഒരറ്റമാണ്. ഒരറ്റ ഇതിൽ ഇറക്കി വെച്ചു. അപ്പോൾ നമ്മൾ അത്യാവശ്യം ട്യൂബ് താന്ന് കിടന്നിട്ട് എയർ സക്ക് ചെയ്യണം. ഇതിൽ നിന്ന് താഴെ ഇറങ്ങുകയാണ് ഒരു പൈപ്പ്. അതിൽ ആ ചോർപ്പ വെച്ച ഭാഗം ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ലെങ്തിൽ ഇരിക്കുകയാണ്. ഇന്ന് ജസ്റ്റ് എയർ സക്ക് ചെയ്യും. അപ്പോൾ ആദ്യത്തെ പരീക്ഷണം തോറ്റു. കാരണം ഈ പൈപ്പിൻ്റെ ലെങ്ത് കൂടിപ്പോയി. ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എയർ വെച്ച് നമുക്ക് വെള്ളം സക്കി എടുക്കാൻ പറ്റില്ല. സോ അതിൻ്റെ പൈപ്പ് ലെങ്ത് ഞാൻ കുറച്ചു. അതിനുശേഷം ഇവിടെ ചോർപ്പ് സെറ്റ് ചെയ്യണം. നമ്മൾ ആ ചെറിയ പൈപ്പിൻ്റെ സൈസ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നോക്കാം. പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ അഴുക്ക് വെള്ളം പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ
അപ്പോൾ ഈ അഴുക്കുള്ള ഭാഗത്ത് ഇത് വെച്ച് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യുക, അത് കാണാൻ പറ്റും. അപ്പം നോക്കുക അഴുക്ക് പോകുന്നത്, അതൊന്ന് അഴുക്ക് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഇന്ന് ജസ്റ്റ് ഇങ്ങനെ നീക്കിയാൽ മതി. കരക്കൊള്ളം പോകുന്നത് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതാർക്കും വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. കാരണം ഇത്രയും പൊക്കം കിടക്കുന്നുണ്ട്, ഇറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. കാരണം ഈ കമ്പിയിലാണ് ഇരിക്കുന്നത്. അപ്പം സേഫ്റ്റിയും കൂടെ നോക്കണം നമ്മൾ. മുകളിൽ അത് വെച്ചിട്ടുണ്ട്, വെള്ളം പോകുന്നുണ്ട്, വെള്ളത്തിൻ്റെ അഴുക്കും കാണാൻ പറ്റും. താഴ് വെള്ളമാണ്, ഇതൊക്കെ ആ വീണ അഴുക്കാണ്. അപ്പം ടാങ്കിൻ്റെ ക്ലീനിങ് ഏകദേശം കഴിഞ്ഞു. ഇനി കുറച്ച് പൊടിയും മട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇറങ്ങി ക്ലീൻ ചെയ്യാൻ കുറച്ച് പാടാണ്, കാരണം ഇത്രയും ഹൈറ്റ് കിടക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റിസ്ക് ഉണ്ട്. ചെന്നിരുന്നാലും ഈ പൊടിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്യാം, അതേ നടക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ആദ്യം കണ്ടതിനെക്കാട്ടി വൃത്തിയായല്ലോ അല്ലേ? ശരി, ടാങ്കിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞു. അപ്പോൾ സൈൻ ഔട്ട്.